ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാളി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. സദ്യയിലൊന്നും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വിഭവമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഒരു മൺചട്ടി എടുത്ത് ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് അതിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പീസുകളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, ഇനി ഇതിന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഇത്രയും മതിയാവും. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തിള വന്നിട്ട് ഒരു 3-4 മിനിറ്റ് നേരം കഴിയുമ്പോഴേക്കും വെന്തിട്ടുണ്ടാവും. അത്രയും സമയം മതിയാവും. ആ സമയം കൊണ്ട് നമുക്കിതിനേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അരമൂടി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് അതിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. വീണ്ടും ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1/2 കപ്പോളം പൈനാപ്പിൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം. ഓക്കെ, ഇത്രയും മതിയാവും. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പാത്രം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല തിള വന്നിട്ടുണ്ട്. ഓക്കെ, ഏകദേശം എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ റെഡിയാണ്. കണ്ടോ, പൈനാപ്പിളൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം വെല്ലമാണത്. അത് ഞാൻ ഇടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ അരച്ച് വെച്ച പൈനാപ്പിൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ എല്ലാവിടെയും ഒന്ന് മിക്സ് ആവുന്ന രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് മാറ്റി വെച്ച് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയെല്ലാം അരപ്പെല്ലാം അതിലേക്ക് സെറ്റാവുന്ന പോലെ ഇളക്കി കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി ചേർക്കാനുള്ളത് കറുത്ത മുന്തിരിയാണ്. ഞാനിവിടെ ഒരു 20ഓളം കറുത്ത മുന്തിരി എടുത്തിരിക്കുന്നത്. നമുക്കത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ചതച്ചത് അത് ചേർക്കുന്നുണ്ട്. ഇനി ഇതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇത്രയും മതിയാവും. ഇനി ഞാനിത് തീ ഓഫ് ചെയ്തതിന് ശേഷം 1/4 കപ്പോളം തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അധികം തിള വന്ന ശേഷം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഈ തൈരൊക്കെ പിരിഞ്ഞ് ഒരു വല്ലാത്തൊരു രൂപമായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ തീയെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർക്കുന്നത്. ഇനി നമ്മൾ പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ട താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനൊരു പാത്രം അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് പൊട്ടിച്ച് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില അത് ഇട്ട് കൊടുക്കാം. അത് നന്നായി പൊട്ടി വരട്ടെ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ പൈനാപ്പിൾ പച്ചടിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഈ താളിപ്പ് എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഓണം സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ? അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്ത് തന്നെയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്